ബാലാമണിയുടെ കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് അറിയാവുന്ന ആ അപരിചിതൻ ആരായിരിക്കും ഉണ്ണിയേട്ടാ? ചിലപ്പോ അയാൾ ഈ അഴകത്ത് തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ നമ്മളെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ആള് ആരായിരിക്കും ഉണ്ണിയേട്ടാ? എനിക്കറിയില്ല സുമംഗലേ, പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാ, എന്റെ മോളുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി ഒരു ദുരന്തത്തിലേക്ക് വലിച്ചെറിയാതെ എന്റെ മോളെ നീ കാത്തു രക്ഷിക്കണേ. എനിക്കൊരു അനിയനുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് വഴക്കിട്ടാൽ അത് ഞാൻ ക്ഷമിക്കും. ഒന്നുകിൽ ഞാൻ അവനോട് അങ്ങോട്ട് പോയി സംസാരിക്കും, അല്ലെങ്കിൽ തിരിച്ചെന്നോടൊരു സോറി പറഞ്ഞ് അവൻ ആ പിണക്കം അവസാനിപ്പിക്കും. നിനക്കിതിൽ ഏത് വഴിയാണ് കാർത്തികേ ഇഷ്ടം? സോറി, ഏട്ടനോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആരാ പറഞ്ഞത്? ഏട്ടന്മാരോട് ചിലപ്പോഴൊക്കെ ഇങ്ങനെയും പെരുമാറാനുള്ള സ്വാതന്ത്ര്യം അനിയന്മാർക്കുണ്ടോ? അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചമ്മലൊന്നും വേണ്ട. നീ ഇരുന്ന് കൊത്തിപ്പിറക്കാതെ വേഗം ആഹാരം എടുത്ത് കഴിക്കുക. കാർത്തികേ, നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആദ്യത്തെ കുറച്ച് ദിവസം കാര്യമായിട്ട് നമ്മൾ ആലോചിക്കും. എന്നിട്ട് ഒടുവിൽ ശരിയെന്ന് നമുക്ക് തോന്നുന്ന ഒരു തീരുമാനം യാതൊരു ആലോചനയുമില്ലാതെ സത്യമാണെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് പിന്നെ വിശ്വസിച്ച് പോയ ആ പൊട്ടത്തരത്തിനെ സത്യമാക്കി തീർക്കാൻ പെടാപ്പാട് വിടും. ഒടുവിൽ ജീവിതം കയ്യാലപ്പുറത്ത് തേങ്ങയാകും. ഇതാ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹദേവേട്ടൻ അറിയാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഉണ്ടായിരിക്കാം. അതിനുള്ള പരിഹാരം തേടേണ്ടത് ഏത് വഴിക്കാണെന്ന് കാർത്തിക് ഒന്ന് ചിന്തിച്ചു നോക്ക്. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ നീയും അഭിരാമിയും തയ്യാറായാൽ ചിലപ്പോൾ അതോടെ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളും അവസാനിക്കും. അതിന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷേ അഭിരാമി... നിനക്ക് നിന്റെ ഭാര്യയെ വിശ്വാസമുണ്ടെങ്കിൽ ആ തോന്നൽ അഭിരാമിയുടെ ഉള്ളിലും അതുപോലെ ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്കിടയിൽ രഹസ്യങ്ങൾക്ക് സ്ഥാനമില്ലാതെയാകും. നിന്റെ ചോദ്യങ്ങൾക്ക് അവൾ പോലും അറിയാതെ അവൾ നിനക്ക് ഉത്തരം തരും. അതാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കെമിസ്ട്രി. കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നീ അവളെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് അവൾക്ക് ബോധ്യപ്പെടണം. കാർത്തി, നീ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്കൊരു ഗ്ലാസ് പാലെടുക്കട്ടെ? വേണ്ട ഗീതച്ചി, അഭിയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവളെ ഒന്നും കൂടി വിളിക്കൂ. ഞാൻ പോയി വിളിക്കാനോ? ചേച്ചി പോയി വിളിച്ചാൽ എന്താ കുഴപ്പം? ചേച്ചിക്ക് വയ്യെങ്കിൽ ഞാൻ പോയി വിളിച്ചോളാം. അതിന് അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അഭി ഇവിടെ ഇല്ലേ? ഇല്ല, അതിരാവിലെ കാറും എടുത്ത് എങ്ങോട്ടോ പോയതാ. എങ്ങോട്ടാണെന്ന് ഗീതച്ചി ചോദിച്ചില്ലേ? ഞാനെന്തിനാ ചോദിക്കുന്നേ? ചോദിച്ചാ അവള് സത്യം പറയുവോ? എന്റെ അവസ്ഥ സോളമൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഫിനാൻഷ്യലി ഞാൻ ആകെ തകർന്നു നിൽക്കുക. അതൊരു പുതിയ കാര്യമല്ലല്ലോ. അഴകത്തേക്കുള്ള ബാലാമണിയുടെ വരവോടെ കവിതയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി വട്ടപൂജ്യമായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതെന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് പണം വേണം. അതെന്ന് തരാൻ പറ്റും, അത് മാത്രം പറഞ്ഞാൽ മതി. സോളമന് തരാൻ വേണ്ടി ഞാൻ തോമാച്ചനോട് കാശ് ചോദിച്ചതാ. പക്ഷെ അവസാന നിമിഷം ബാലാമണി ഇടപെട്ട് സകലത നശിപ്പിച്ചു. അതൊന്നും എനിക്കറിയേണ്ട കാര്യങ്ങളല്ല. സോളമൻ എന്റെ സിറ്റുവേഷൻ ഒന്ന്
അങ്ങനെയാണെങ്കിൽ അനന്തുവിനെ ഡിവോഴ്സ് ചെയ്തേര്. എന്നിട്ട് നമുക്കൊരുമിച്ച് ജീവിക്കാം. എന്നെ ഒഴിവാക്കി രക്ഷപ്പെടാന്നുള്ള വിചാരം കവിതയ്ക്കുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. സോളമൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്കൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. തോമാച്ചൻ എന്ന ഒരു വഴി കവിതയുടെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു കിടക്കുന്ന മറ്റു വഴികളെക്കുറിച്ച് കവിത ചിന്തിക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പണം തരണം. എങ്ങനെ? ഞാൻ എന്താ മോഷ്ടിക്കാൻ പോണോ? അതും ചെയ്യാലോ. അതിലാകുമ്പോൾ പിന്നെ പരിചയക്കുറവിന്റെ പ്രശ്നമൊന്നുമില്ല. അഴകത്തെ നിധി മോഷ്ടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസും ഇല്ലേ? അതുപോലെ വിലപ്പെട്ടത് എന്തെങ്കിലും ഇനിയും അഴകത്ത് കാണും. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ നിധി എന്തായാലും അത് താനേ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ദേ, കവിത എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേണം. എനിക്ക് പണത്തിന് അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ ദേ, കവിത വിവരം അറിയും. ഹലോ അഭി, നീ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? നീ യാത്രയിലാണോ? അതെ, എവിടേക്കാ? നല്ല ട്രാഫിക്കാ. ഞാൻ കാർത്തിക്കിനെ വിളിച്ചോളാം. എന്താടാ, എങ്ങോട്ടാ പോയതെന്ന് അവൾ പറഞ്ഞോ? പറഞ്ഞില്ല അല്ലേ? അവള് പറയില്ല. എടാ, നീ അവളുടെ ഓരോ തോന്നിവാസങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നതുകൊണ്ടാ അവൾ നിന്റെ തലേ കയറി നിരങ്ങുന്നത്. ചേച്ചി വിചാരിക്കുന്ന പോലെ ആവില്ല. അവളെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും. പാവം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മണ്ടനാവരുത്. നിന്റെ ഭാര്യ ഇപ്പോ നിന്നെ വെറും പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക. അതധികം താമസിയാതെ നിനക്ക് മനസ്സിലാവും. ഞാനൊന്നും പറയുന്നില്ല. അഭിരാമിയുടെ പോക്ക് അപകടത്തിലേക്കാ. സൂക്ഷിച്ചില്ലെങ്കിൽ നാണം കെടാൻ പോകുന്നത് നീയായിരിക്കും. ആഹാ, തീരെ പ്രതീക്ഷിക്കാത്ത അതിഥിയാണല്ലോ വന്നിരിക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള വഴി നീ മറന്നു എന്നാ ഞാൻ കരുതിയത്. അച്ഛൻ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയായിരുന്നു. എവിടെ? അയാളെവിടെ? കാർത്തിക്? കാർത്തിക്കിന് OP ഡ്യൂട്ടിയുള്ള ദിവസം. ആ, എങ്കിൽ പിന്നെ അയാളും കൂടി ഫ്രീ ആവുന്ന ഒരു ദിവസം നോക്കി രണ്ടാൾക്കും കൂടി ഒരുമിച്ച് വന്നൂടായിരുന്നോ? അതെന്താ അച്ഛന് ഞാൻ തനിച്ചു വന്നത് ഇഷ്ടമായില്ലേ? അങ്ങനെയല്ല മോളെ. കല്യാണം കഴിഞ്ഞ് 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ കാർത്തിക് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇവിടെ താമസിച്ചിട്ടുമില്ല. അതെന്താ അങ്ങനെയെന്ന് അയൽക്കാരും നാട്ടുകാരും ഒക്കെ ചോദിക്കില്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പോയിട്ട് കാർത്തിക് ഫ്രീ ആവുന്ന ദിവസം നോക്കി കാർത്തിക്കിനും കൂട്ടി വരാം. നീ പിണങ്ങി പോകാൻ വേണ്ടി പറഞ്ഞതാണോ? ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഒന്ന് പറഞ്ഞതല്ലേ. എന്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വന്ന് കണ്ടോളും. അല്ലാതെ ആരെയും നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? കാർത്തികിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അവിടെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അല്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നത്. അതൊക്കെ അച്ഛന് വെറുതെ തോന്നുന്നതാ. കാർത്തിക്കിന്റെ വീട്ടിൽ ഞാൻ വളരെ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നത്. ആ, നല്ല വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉള്ളേ? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. നീ കൂടി പോയി കഴിഞ്ഞപ്പോൾ അടുക്കള അങ്ങനെ ഉപയോഗിക്കാറില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക പതിവ്. എങ്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന അടുക്കള നമുക്കിന്നങ്ങ് ഉഷാറാക്കി കളയാം. അച്ഛൻ വാ. എന്താ അമ്മ ഇതില്? നീ ഇത് തുറന്നു നോക്ക്. ഇഷ്ടപ്പെട്ടോ നിനക്ക്?
നന്നായിട്ടുണ്ട്. എനിക്ക് ചേരുന്ന കളർ തന്നെയാ ഇത്. അമ്മയുടെ സെലക്ഷൻ എന്തായാലും മോശമായിട്ടില്ല. ആ ഇത് എന്റെ സെലക്ഷൻ അല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിയ സമ്മാനാ ഇത്. എനിക്കിത് വേണ്ട അമ്മേ. ഇഷ്ടപ്പെട്ടു എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ പെട്ടെന്നെന്താ പറ്റിയത്? എന്റെ ഏട്ടന്റെ സമ്മാനായതുകൊണ്ട് സ്വീകരിക്കാൻ വയ്യ അല്ലേ? ഇഷ്ടമില്ലാത്തതൊന്നും നിന്നെ ഞാൻ അടിച്ചേൽപ്പിക്കില്ല. എന്റെ ഏട്ടനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറയില്ല ഞാൻ. അച്ഛനോട് വെറുപ്പ് തോന്നാൻ 1000 കാരണങ്ങളുണ്ടാവും നിന്റെ മനസ്സിൽ. അതൊക്കെ ശരിയുമാണ്. പക്ഷേ ഒന്ന് നീ അറിയണം, ആനന്ദിന്റെ വിവാഹാലോചനയുമായി നിന്റെ വീട്ടിൽ വരുന്നതുവരെ ഇങ്ങനെയൊരു മകളുള്ള വിവരം എന്റെ ഏട്ടന് അറിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അനന്തുവിന്റെ വധുവായിട്ടായിരിക്കില്ല, ഏട്ടന്റെ മകൾ ബാലാമണിയായിട്ട് എത്രയോ മുൻപേ നീ അഴകത്ത് വന്നേനെ. അതറിയോ നിനക്ക്? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? സത്യമതാ മോളെ, എന്റെ ഏട്ടനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ ഇത്ര ഉറപ്പ്. അമ്മേ, തീർന്നില്ല. ഞാൻ ബാക്കി കൂടി ഒന്ന് പറയട്ടെ. നീ കാണുമ്പോ അഴകത്ത് കുഞ്ഞുണ്ണി കുടുംബവും കുട്ടികളുമായിട്ട് കഴിയായിരുന്നോ? അല്ലല്ലോ. ഒറ്റത്തടിയായി തീർത്ഥാടകനായി അലഞ്ഞു തിരിയുന്ന ഒരു ജന്മം. അതാ എന്റെ ഏട്ടൻ. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ജീവിതം മതിയെന്ന് വച്ചത്? അച്ഛനെ വെറുക്കുന്ന ഈ മകള് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടേയില്ല അല്ലേ? എന്റെ ഏട്ടന്റെ മനസ്സിൽ അന്നും ഇന്നും ഒരേ ഒരു സ്ത്രീക്ക് മാത്രമേ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ അമ്മയ്ക്ക്. ആ സ്ത്രീക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടം കിട്ടിയിട്ടില്ല. അത്ര പരിശുദ്ധമായിരുന്നു നിന്റെ അമ്മയോടുള്ള എന്റെ ഏട്ടന്റെ സ്നേഹം. നിനക്ക് ആ സ്നേഹം നിഷേധിക്കാം, കാൽക്കലേക്ക് എറിഞ്ഞു കൊടുക്കാം. പക്ഷേ ആ മനുഷ്യന്റെ കണ്ണീരിന് നിന്റെ മേൽ ശാപങ്ങൾ ചൊരിയാനുള്ള ശക്തിയുണ്ടെന്ന് നീ തിരിച്ചറിയണം. തനിച്ചിരുന്ന് ഒന്നാലോചിച്ചു നോക്ക്, അച്ഛനോട് കാണിക്കുന്ന ഈ അവഗണന ശരിയാണോന്ന്. ഞാൻ ഈ സാരി തിരിച്ചുകൊണ്ടു പോകുന്നില്ല. ഇത് ആ മനുഷ്യൻ മകൾക്ക് തരാൻ കരുതി വച്ചിരിക്കുന്ന സ്നേഹമാണ്. നിന്റെ ഇഷ്ടം പോലെ ഉചിതമായൊരു തീരുമാനം നീ തന്നെ എടുക്ക. അച്ഛാ, 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 എന്നെ തന്നെയാണോ മോള് വിളിച്ചത്? അതോ എനിക്കങ്ങനെ തോന്നിയതാണോ? അച്ഛന് ചായ കുടിക്കും. ഞാനുണ്ടാക്കിയ ചായ അച്ഛന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. കടുപ്പ് അത്രയും മതിയോ അച്ഛാ? കടുപ്പോ മധുരോ ഒക്കെ പാകത്തിനുണ്ട് മോളെ. അല്ല, അച്ഛന് രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? മോൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോളൂ. ചായ തണുപ്പിക്കണ്ട, അച്ഛനത് കുടിക്കും. അയ്യോ അയ്യോ, ചായക്ക് നല്ല ചൂടില്ലായിരുന്നോ? ഇതൊന്നും അച്ഛനിപ്പോ ഒരു ചൂടേ അല്ല മോളെ.
മോൾ ഇനി ഒരു കപ്പ് ചായ തന്നാൽ അച്ഛൻ അതും കുടിക്കും. അച്ഛൻ്റെ മനസ്സിന് അത്രയ്ക്ക് സന്തോഷമുണ്ട്. നിനക്കൊരു കാര്യം അറിയോ സുമംഗലെ? ദാ ഇപ്പോ ഈ നിമിഷം നിന്റെ ശ്വാസം അങ്ങ് നിലച്ചു പോയാൽ സന്തോഷത്തോടെ കുഞ്ഞുണ്ണിയുടെ ആത്മാവ് പരലോകത്തേക്ക് പോവും. അച്ഛാന്നുള്ള എൻ്റെ മോളുടെ ആ വിളി, അതിൽ കൂടുതലായിട്ട് എനിക്ക് എന്താ വേണ്ടത് സുമംഗലെ? കുറച്ചൊന്ന് വൈകിയാണെങ്കിലും അവൾ ഏട്ടനെ തിരിച്ചറിഞ്ഞല്ലോ. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ മോളെയാണ് ഈശ്വരൻ ഏട്ടന് തിരികെ തന്നത്. ഇനി അവളെ മനസ്സ് തുറന്നങ്ങ് സ്നേഹിക്കൂ ഏട്ടാ. നീയാ സുമംഗലെ എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തന്നത്. അല്ലെങ്കിൽ ഈ കുഞ്ഞുണ്ണിയേട്ടനെ അവൾ മനസ്സിലാക്കില്ലായിരുന്നു. ഇതിനൊക്കെ നിന്നോടാ സുമംഗലെ ഞാൻ നന്ദി പറയേണ്ടത്. ഏട്ടൻ എന്നോട് നന്ദി പറയേ? അങ്ങനെയൊക്കെ പാടുണ്ടോ ഏട്ടാ? ഒരു തവണയെങ്കിലും അവൾ എന്നെ അച്ഛാന്നൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. ഇന്ന് എൻ്റെ മോള് എന്നെ അങ്ങനെ എത്ര തവണ വിളിച്ചു എന്ന് നിനക്കറിയാമോ? എന്തിനാ നീ ചിരിക്കണത്? എൻ്റെ ഈ ഭ്രാന്ത് കണ്ടിട്ട് നിനക്ക് എന്നെ കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ഏട്ടനെ കളിയാക്കി ചിരിക്കുവോ? പഴയ ചില കാര്യങ്ങൾ ഓർത്തതാ ഞാനും ഏട്ടനും നമ്മുടെ അമ്മയുടെ വിരലിൽ തൂങ്ങി നടന്ന ആ കാലം. അന്നേ ഈ അനിയത്തി ഏട്ടന്റെ മുഖത്ത് ഇത്രയ്ക്ക് സന്തോഷം കണ്ടിട്ടുള്ളൂ, ഈ നിറഞ്ഞ ചിരി കണ്ടിട്ടുള്ളൂ. ആ സത്യ നീ പറഞ്ഞത്. മനസ്സ് തുറന്ന് ഞാനൊന്ന് ചിരിച്ചിട്ട് കാലങ്ങൾ ഒരുപാടായി. ആ ഇനി ഞാൻ ഊരു ചുറ്റാൻ പോണില്ല. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്കതൊരു ധൈര്യമായിരിക്കില്ലേ സുമംഗലെ? നിനക്ക് ഇന്ന് തന്നെ പോണമെന്നുണ്ടോ മോളെ? എത്ര നാൾ കൂടിയിട്ടാ അച്ഛൻ നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത്? നിന്റെ കൈപുണ്യം പഴയതുപോലെ തന്നെയുണ്ട്, അതിനൊരു കുറവും വന്നിട്ടില്ല. അല്ലെങ്കിലും രുചികൾക്കൊന്നും ഒരിക്കലും ഒരു കുറവും വരാറില്ലല്ലോ. എന്താച്ചാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. എനിക്കൊരു പ്രശ്നമില്ല. അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നോർത്ത് BP കൂട്ടണ്ട. എന്ന് ഞാൻ ഇറങ്ങട്ടെ. മോളെ, സാധാരണ നീ ഇങ്ങോട്ട് വരുമ്പോൾ നേരത്തെ വിളിച്ചു പറയാറുണ്ട്. ഇന്ന് അതൊന്നും ഉണ്ടായില്ലല്ലോ. പെട്ടെന്ന് എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങനെ പോന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ തോന്നലിന്റെ കാരണം എനിക്കറിയേണ്ടത്. പ്രത്യേകിച്ചൊരു കാരണവുമില്ല. ഇനി അച്ഛൻ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി ഒരു കാരണം ഉണ്ടാക്കാതിരുന്നാ മതി. മോളെ, എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതുതന്നെ അച്ഛൻ്റെ പേടി. കാർത്തിക്കുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നീ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ജീവിതം തന്നെയാണോ നിനക്കിപ്പോൾ കിട്ടിയത്? അതെ അച്ഛാ, ഇങ്ങനൊരു ജീവിതം തന്നെ ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ഇനിയും നിന്ന് താമസിക്കുന്നില്ല, ഞാൻ ഇറങ്ങുക അച്ഛാ. ഏട്ടത്തി ഇത് കുടിച്ചേ. നീ ഇങ്ങനെ നിർബന്ധിക്കില്ല, എനിക്ക് വേണ്ട. ഏട്ടത്തി ഇത് കുടിച്ചേ പറ്റൂ. ഏട്ടത്തിക്ക് ചെറിയൊരു പനിയുണ്ട്. ഈ സമയത്ത് പനി ഒട്ടും നന്നല്ല. ഇതിന് വല്ലാത്ത കയ്പാ. ഇത് കുടിച്ചാൽ ഞാൻ അപ്പ ഛർദിക്കും. ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് കുടിച്ചേ. വേണ്ട വേണ്ട വേണ്ട, ഉറപ്പായിട്ടും ഞാനിപ്പോ ഛർദിക്കും. ഏട്ടത്തി ഒരു 10 മിനിറ്റ് ഒന്ന് ക്ഷമിക്കൂ. ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. വേഗം വരണേ, അല്ലെങ്കിൽ ഞാനിപ്പോ ഛർദിക്കും. ഏട്ടത്തി വിക്സ് എടുത്ത് മണപ്പിച്ചോണ്ടിരിക്കെ, അപ്പോഴേക്കും ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം.
ബാലാമണി മൈഥിലിയേട്ടത്തെ അങ്ങേറ്റം കെയർ ചെയ്യുന്നുണ്ടല്ലോ. സ്നേഹമുള്ളവരങ്ങനെയാ, അല്ലാതെ നിന്നെ പോലെ ആയിരിക്കുമെന്ന് കരുതിയോ? എനിക്ക് മറ്റുള്ളവരോട് സ്നേഹം കുറച്ച് കുറവാ. എനിക്ക് എന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ആ, അത് ശരിയാ. അതുകൊണ്ടാ നീ ഇങ്ങനെ വിചിത്ര ജന്മമായി പോയത്. എന്റെ കാര്യം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഏട്ടത്തി ബാലാമണി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്മയാവാൻ കഴിയാത്തതിന്റെ ദേഷ്യം അവളുടെ മനസ്സിൽ ഭ്രാന്ത് പോലെ കിടപ്പുണ്ട്. അവൾക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റാരും അനുഭവിക്കാൻ അവളുടെ ഉള്ളിലെ ഭ്രാന്ത് അനുവദിക്കില്ല. അതുകൊണ്ട് മൈഥിലി ഏട്ടത്തി അവളെ ഒന്ന് സൂക്ഷിച്ചോ, അല്ലെങ്കിൽ നാളെ അവളുടെ ഗതി മൈഥിലി ഏട്ടത്തിക്കായിരിക്കും. ബാലാമണി, ആ മോൾ ഇങ്ങോട്ടൊന്ന് വാ. ബാലാമണി, ദാ വരുന്നു അമ്മേ.